പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഫസാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. സ്വാലിഹത്തായ പെണ്ണുങ്ങൾ ആരാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ നബി തങ്ങളുടെ ഒട്ടേറെ ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദുനിയാ കുല്ലുഹാ മതാ വ ഖൈറു മതാഇഹാ ഈ ദുനിയാവ് മുഴുവനും മനുഷ്യന് ഉപയോഗപ്രദമായ വസ്തുക്കൾ കൊണ്ട് അള്ളാഹു നിറച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും മുന്തിയ ഫലവത്തായ ഏറ്റവും നല്ല വസ്തു അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു പെണ്ണാണ്. നിസാരത്തിൽ മർഇ, ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ അടിസ്ഥാനമായ 4 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണ്. ഇങ്ങനെയെല്ലാം പെണ്ണിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് വർണ്ണിച്ചിട്ടുണ്ട്, മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ സ്വാലിഹത്തായ പെണ്ണ് ആരാണെന്നറിയുമോ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട സഹോദരിമാരെ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഫസാലിഹാത്തു, സാലിഹത്തായ പെണ്ണുങ്ങള്, ഖാനിതാത്ത്. ഒന്നാമതായിട്ട് അല്ലാഹു പറയുന്നത് അനുസരണയുള്ള സ്ത്രീകളാണ്. ആരെയാണ് അനുസരിക്കേണ്ടത്? അതിന്റെ വിശദീകരണമായിട്ട് മഹാന്മാരായ മുഫസ്സിറുകൾ ഖുർആനിന്റെ വിശദീകരണം നടത്തുന്നവർ പറയുന്നുണ്ട്. ഖാനിതാത്തുൽ ലില്ലാഹി വലിറസൂലിഹി വലിസൗജിഹാ. അല്ലാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് ഭർത്താവിനെ അനുസരിക്കുക. പ്രിയപ്പെട്ടവരെ, സാലിഹത്തായ പെണ്ണിന്റെ ഒന്നാമത്തെ യോഗ്യത എന്നുള്ളത് അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ചിലവിന് തരുന്ന നിങ്ങളുടെ സംരക്ഷണങ്ങളെല്ലാം ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് കുടുംബജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന കുടുംബനാഥനാകുന്ന ഭർത്താവിനെ അനുസരിക്കലാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. തുടർന്ന് അല്ലാഹു പറയുന്നത് ഹാഫിളാത്തുൽ ലിൽ ഗൈബി, ഭർത്താവിന്റെ അദൃശ്യതയില്, അസാന്നിധ്യത്തില് നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട, നിങ്ങളുടെ ശരീരം മുഴുവനും കാത്തു സൂക്ഷിക്കുന്ന പെണ്ണുങ്ങൾ ആരാണോ അവരാണ് സ്വാലിഹത്തായ പെണ്ണുങ്ങളെ എന്ന് ഭർത്താവിന്റെ മുമ്പിൽ വെളിപ്പെടുത്തേണ്ടുന്ന ശരീരത്തിന്റെ ഭാഗങ്ങള് മറ്റൊരു പുരുഷനും കാണാൻ ഇടവരുത്താതെ തികച്ചും അല്ലാഹുവിനെ ഭയന്നനുസരിച്ച് ഭർത്താവിനോടുള്ള താല്പര്യത്തിന്റെ പേരില് തന്റെ ദാരിദ്ര്യ ശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഏതൊക്കെ സ്ത്രീകളുണ്ടോ അവരാണ് സ്വാലിഹത്തായ പെണ്ണുങ്ങളെ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഈ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വാലിഹത്താകാൻ കഴിയണം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് ഭർത്താവിനോടുള്ള അനുസരണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാ, മസ്തഫാദൽ മുഅ്മിനു ബഅദ തഖ്വല്ലാഹി ഖൈറുൽ ലഹു മിൻ സൗജത്തിൻ സാലിഹാ ഇന്നമറഹാതാഹു വഇൻ നദറ ഇലൈഹാ സറത്തുഹു വഇൻ അമറ ബൈൻ അഖ്സമ അലൈഹാ അബറത്തുഹു വഇൻ ഗാബ അൻഹാ നസഹതുഹു ഫീ നഫ്സിഹാ വമാലിഹി. മസ്തഫാദൽ മുഅ്മിനു ബഅദ തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന ഏറ്റവും ഉയർന്ന ഗ്രേഡാകുന്ന തഖ്വ ഒരു മനുഷ്യനുണ്ടായി കഴിഞ്ഞാൽ ഖൈറൻ ലഹു, പിന്നെ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ വിഭവം എന്താണെന്നറിയുമോ? അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു ഭാര്യയാണ്. ആരാണ് സാലിഹത്തായ ഭാര്യ? ഖുർആൻ 2 വിശദീകരണം നൽകി. ഹബീബായ നബി തങ്ങൾ 4 കാര്യങ്ങളാ പറയുന്നത്. മറ്റുള്ള കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് വരുന്നതാണ്. അതിൽ ഒന്നാമത്തത് എന്താണെന്നറിയുമോ? ഇന്നമറഹാ അതാതുഹു. ഭാര്യ ന്യായമായ കാര്യങ്ങൾ പറയുമ്പോ കുടുംബത്തിന്റെ ഭദ്രതയ്ക്കും ഭാദ്രതയ്ക്കും നന്മയ്ക്കും വേണ്ടി ചില
യാചന രൂപത്തിലും അല്ലാതെയും ചില കാര്യങ്ങൾ പറയുമ്പോ ഇടപെടലുകൾ നടത്തുമ്പോ ആ ഭർത്താവിന്റെ കൽപ്പനകൾ ന്യായമായ കാര്യങ്ങൾ അനുസരിക്കുന്ന ഭാര്യ ഏതാണോ പെണ്ണേതാണോ ആ പെണ്ണാണ് സാലിഹത്തായ പെണ്ണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അള്ളാഹ് പറഞ്ഞത് റസൂലുള്ളാഹി പറഞ്ഞത് ഒന്നാമത്തെ എന്താണ്? രണ്ടാമത്തെ എന്താ അറിയാമോ? പുറത്തു പോയി പകലന്തിയോളം പണിയെടുത്ത് ഓഫീസ് വർക്ക് അല്ലെങ്കിൽ പല മേഖലകളിൽ പണിയെടുക്കുന്ന പാവങ്ങളായ ഭർത്താക്കന്മാര് മേലുദ്യോഗസ്ഥന്മാരുടെ പലപ്പോഴുമുള്ള ആട്ടും കൂപ്പുകളും കേട്ട് അല്ലെങ്കിൽ യജമാനന്മാരുടെ പലവിധമായ കൽപ്പനകൾക്കും അനുസരിച്ചുകൊണ്ട് പണിയെടുത്തുകൊണ്ട് മണിക്കൂറുകളോളം വിഷമിച്ച് പ്രയാസപ്പെട്ട് ടൈഡായിക്കൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഭാര്യയുടെയും മക്കളുടെയും ഭാഗത്തുള്ള നല്ല സമീപനം കാതോർത്തു കൊണ്ടുവരുന്ന, അത് കാണാൻ മോഹിച്ചു വരുന്ന ഒരു ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഇതാ തന്റെ പ്രിയതമൻ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് വിഷമങ്ങളും ടെൻഷനും ഉണ്ടാകും. ആ ടെൻഷൻ മാറ്റി കൊടുക്കാൻ, അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ എന്തുകൊണ്ടും കടമപ്പെട്ടവൾ ഞാനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൗതുകത്തോടു കൂടി ഭർത്താവിന് സന്തോഷമുണ്ടാകുന്ന രീതിയിലുള്ള ഒരു സമീപനവും ശരീരഭാഷയും പുഞ്ചിരി തൂകുന്ന മുഖവുമായിട്ട് ഏതൊരു ഭാര്യയാണോ പൂമുഖവാതിൽക്കലേക്ക് കടന്നു വരുന്നത്, പൂമുഖവാതിൽക്കൽ ദീപം വിതറുന്ന പൂത്തിങ്കളാണെന്നു ഭാര്യ. അന്ധകാരം മുറ്റിയ വലിയ ഇരുട്ടുള്ള സമയത്ത് വെളിച്ചമായി മാറേണ്ടുന്നവളാണ് ഭാര്യ എന്ന് അറബി കവി പറയുകയാണ്.